ദീർഘായുസോടുള്ളത് ജപ്പാനിലുള്ള ആളുകളാണ്. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചുങ്കം റിയൽ റണ്ണേഴ്സിൻ്റെ വീക്ക് എൻഡ് പ്രോഗ്രാമാണ്. ചുങ്കം റിയൽ റണ്ണേഴ്സ് എല്ലാ ദിവസവും വെട്ടിച്ചിറ NH66 ചുങ്കം പാലത്തിൻ്റെ മുകളിൽ വർക്കൗട്ട്, റണ്ണിങ് എല്ലാം നമ്മുടെ ചുങ്കം ബാപ്പുവിൻ്റെ കീഴിൽ നടന്നു വരുന്നുണ്ട്. വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയാണെങ്കിലും NH66 പണികൾ ഏകദേശം പൂർത്തിയായതോടുകൂടി NH66 ഈ പരിപാടി വരികയും കൂടുതൽ ജനപങ്കാളിത്തം നേടുകയും ചെയ്തു. ആയതുകൊണ്ട് തന്നെ ഈ പരിപാടിയിലെ ആഴ്ചയിലെ അവസാനത്തെ ദിവസം ഞായറാഴ്ചകളിൽ പ്രത്യേക പ്രോഗ്രാമുകൾ ഉണ്ടാവാറുണ്ട്. ആ പ്രോഗ്രാം ഇപ്രാവശ്യം ഒരു മോട്ടിവേഷൻ ക്ലാസ്സാണ്. ആ പ്രോഗ്രാമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാപ്പുവിനെ കൂടാതെ നമ്മൾക്ക് കോച്ചിങ് തരുന്നതിനായി ഷിഹാബ് കൂടെ ഉണ്ട്. അപ്പോൾ ഈ പരിപാടിയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ ഏതായാലും ഇന്ന് നമുക്ക് പ്രശസ്ത വെൽനസ് കോച്ച് റസാഖ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുറച്ച് ഉപദേശങ്ങൾ നമുക്ക് സ്വീകരിക്കാം. സന്തോഷത്തോടു കൂടി, വളരെ വലിയ കയ്യടിയോട് കൂടി നമ്മളെ ഇതിലേക്ക് വീട് വളാഞ്ചേരിയാണ്. വയസ്സ് 42. ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് വളാഞ്ചേരി, കുട്ടനത്താണി, കൽപ്പകഞ്ചേരി സൈഡിൽ ഒരു വെൽനസ് മേഖലയിൽ, എനിക്ക് ഹെൽത്ത് അവയർനെസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എന്റെ ഓഫീസ് പുത്തനത്താണി കല്ലിങ്ങലാണ്. ഓക്കെ, ഞാനിപ്പോ ഒരു 10 മിനിറ്റ് തന്നിട്ടുള്ളത് ഏകദേശം ഒരു 90 മിനിറ്റിന്റെ സബ്ജക്റ്റ് ആണ്. പെട്ടെന്ന് പറഞ്ഞത് നിങ്ങൾ എല്ലാവരുടെ 100% കോപ്പറേറ്റ് എനിക്ക് വേണം. കുറച്ചും കൂടി അടുത്തേക്ക് ഇരിക്കണം. കേൾക്കണില്ലെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, ഞാൻ ഒരുപാട് ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് വളരെ വളരെ ഹാപ്പിയാണ്. ആദ്യമായിട്ട് ബാബു സാർക്ക് നന്ദി പറയണം. താങ്ക് യു. വെരി നെക്കി പേഴ്സൺ ആണ്. കാരണം ഞാൻ ഇതേപോലെ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് ഹെൽത്തിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾ ക്ലാസ് എടുക്കാം. പക്ഷെ ഇവിടെ എല്ലാവരും അതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. അപ്പൊ വളരെ എളുപ്പമാണ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ ആരോഗ്യ ദൃഢരായിട്ട് കാണുന്നത് ഏത് സമൂഹമാണ് അറിയാൻ പറ്റുമോ? ആഫ്രിക്കൻ വംശജരാണ് അല്ലെ. ആഫ്രിക്ക നമുക്ക് കണ്ട് നല്ല മസിൽ ബിൽഡിംഗ് ആളുകളെ. പക്ഷെ WHO ഒരു നിഗമന റിപ്പോർട്ട് പ്രകാരം ദീർഘായുസോടെ ഇരിക്കുന്നത് ഏത് സമൂഹമാണ് പറയാൻ പറ്റുമോ? ദീർഘായുസോടുള്ളത് ജപ്പാനിലുള്ള ആളുകളാണ്. അവർക്ക് മസിൽസുണ്ടോ? അപ്പൊ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ തരണം ചെയ്യാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ ദീർഘായുസോടെ ജീവിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക്. യങ്സ്റ്റേഴ്സിന്റെ ഹാർട്ട് അറ്റാക്ക് ആണ്, പ്രത്യേകിച്ച് കേരളത്തില്. നിങ്ങൾ എല്ലാവരും അവരോട് ചോദിക്കാം, ലാസ്റ്റ് ടൈമില് ഒരു നോർമൽ ഡെത്ത് നിങ്ങൾ എന്നാ കേട്ടുള്ളത്? നിങ്ങളോട് ചോദിക്കും, നോർമൽ ഡെത്ത് എന്നാ കേട്ടുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാന്, ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ടാ പറഞ്ഞത്, അല്ലാതെ തന്നെ ശ്രദ്ധിച്ചിരിക്കണം. ആരോഗ്യത്തോടെ ഇരിക്കാന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ വളരെ നിർബന്ധമാണ്. ഒന്ന്, നമ്മുടെ വയസ്സും നമ്മുടെ വണ്ണവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. എന്തുമായിട്ടാ ബന്ധമുള്ളത്? എത്ര സെന്റിമീറ്റർ, എത്ര ഹൈറ്റ് ഉണ്ട്, ആ ഹൈറ്റിനനുസരിച്ചാണ് നമുക്ക് എന്ത് വേണ്ടത്? വണ്ണം വേണ്ടത്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഉദാഹരണം, ഒരാള് 160 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിൽ അയാൾക്ക് 60 കിലോന് പാടുള്ളൂ. ഒരാള് 180 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിൽ 80 കിലോന് പാടുള്ളൂ. അതാണ് അവരുടെ ഐഡിയൽ വെയിറ്റ് പറഞ്ഞാല്. അപ്പൊ നമ്മൾ ഓരോരുത്തരും, നിങ്ങൾ ഇന്ന് തന്നെ വീട്ടിലിപ്പോ ചെക്ക് ചെയ്തോ, എത്ര ഹൈറ്റ് ഉണ്ട് നോക്കുക, അത് 100 കുറക്കുക, അതിന് കിട്ടുന്ന ആ സംഖ്യ, അതാണ് നിങ്ങളുടെ ഐഡിയൽ വെയിറ്റ് പറഞ്ഞ. എന്തിനാണ് നമ്മൾ ഐഡിയൽ വെയിറ്റ് ആവണേ? ഐഡിയൽ വെയിറ്റ് പറഞ്ഞാൽ നമ്മുടെ ശരീരമായ വെയിറ്റ്. ഞാൻ ചില വാക്കുകൾ ഇംഗ്ലീഷിൽ പറയും, എന്നോട് ക്ഷമിക്കണം. മനസ്സിലാകാത്ത വാക്കിന് ചോദിക്കാം. ശരീരമായ വെയിറ്റ്, നമ്മുടെ ഉയരത്തിന് അനുസരിച്ച് ശരീരമായ വെയിറ്റ്. ഐഡിയൽ വെയിറ്റിലായാലാണ് നമ്മൾ ദീർഘായുസോടെ ഇരിക്കുള്ളൂ. കാരണം ഐഡിയൽ വെയിറ്റിലാണ് നമ്മൾ ഹൃദയം വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ 5-10 കിലോ കൂടുന്നതനുസരിച്ച് ഹൃദയം എന്താവണില്ല? വലുതാവണില്ല. ഇപ്പൊ ഞാൻ 93 കിലോ ഉണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ 74 കിലോനുള്ളത്. അന്ന് 93 കിലോ ഉള്ള ഫസ്റ്റ് 74 കിലോ, പിന്നെ 93 93 കിലോ ആയ സമയത്ത് എന്റെ കണ്ണതിച്ച് വലുതായിട്ടില്ല, എന്റെ ബ്രെയിൻ ഒന്നും വലുതായിട്ടില്ല, എന്റെ ഫാറ്റ് ആണ് ബിൽഡ് ആയത്. അപ്പോ നമ്മൾ വണ്ണം കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ ഓർഗൻസ് ഒന്നും വലുതാവുന്നില്ല. അത് പ്രത്യേകിച്ച് ഹൃദയ സ്പീഡ് ഇൻക്രീസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്ത് കാരണം അറ്റ് എനി കോസ്റ്റ് നമ്മൾ എന്തായിരിക്കണം? ഐഡിയൽ വെയിറ്റില് ആയിരിക്കണം. പിന്നെ ഓരോരുത്തരെ വണ്ണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ 3 കാര്യങ്ങളാണ്. എന്താ? ഒരാളെ വെയിറ്റ് പറഞ്ഞ 3 കാര്യമാണ്. എന്തൊക്കെ ആയിരിക്കും?
എന്തൊക്കെയായിരിക്കും? നമ്മുടെ എല്ലിന്റെ കാണണം അല്ലെ, മസിൽസ്, ബോൺസ്, പിന്നെ ഫാറ്റ്. ഒരാളെ തൂക്കം എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. അതില് നിങ്ങളെ തൂക്കത്തിൽ എത്ര ശതമാനം കൊഴുപ്പ് ഉണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൊഴുപ്പ് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്താൽ കൊളസ്ട്രോൾ. ഞാൻ അതല്ല പറയുന്നത്. ഇപ്പൊ നമ്മൾ വീട്ടിലൊക്കെ ഇറച്ചി കൊണ്ടില്ലേ, അപ്പൊ ഒരു നെയ്യ് ഉണ്ടാവില്ലേ, ഒരു വെള്ള കളറിലുള്ള, അതേപോലെ നമ്മുടെ ബോഡിയിലുണ്ട്. ഇതിന്റെ തൂക്കത്തില് അതും കൂടി ഉൾപ്പെട്ടതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെ തൂക്കത്തിലും എല്ലിന്റെ കനം ഉണ്ടാവും, മസിലിന്റെ കനം ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും? ആ കൊഴുപ്പുണ്ടാവും. അപ്പൊ നിങ്ങളുടെ തൂക്കത്തില് എത്ര ശതമാനം കൊഴുപ്പുണ്ട് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു പുരുഷനാണെങ്കിൽ അയാളെ വെയിറ്റിന്റെ 20% മാത്രമേ എന്ത് പാടുള്ളൂ? കൊഴുപ്പ് പാടുള്ളൂ. അടുത്തത് BMI എന്ന് പറയുന്നത് ബോഡി മാസ് ഇൻഡെക്സ്, നമ്മൾ പുപ്പിച്ചിട്ടളവിന്റെ ഒരളവാണ് അല്ലെ. അത് വന്നിട്ട് ഒരു 90 സെന്റിമീറ്റർ പാടുള്ളൂ. ടൈലറിൽ ടാപ്പ് ജസ്റ്റ് അന്ന് നോക്കാം. 90 സെന്റിമീറ്റർ, ആവറേജ് 90 സെന്റിമീറ്റർ വരെ ആകാം. അതല്ലെങ്കിൽ നമ്മൾ ഉയരം എത്ര സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ പകുതി എന്ത് പാടുള്ളൂ? അരവണ്ണം പാടുള്ളൂ. പിന്നെ BMR പറഞ്ഞ എന്താണ്? ഞാൻ എന്റെ സർട്ടിഫിക്കറ്റ് ഇല്ല, അപ്പൊ ഇൻട്രൊഡക്ഷൻ ആണ്. BMR പറഞ്ഞാല് ബേസൽ മെറ്റബോളിക് റേറ്റ്. നമ്മൾ ഓരോരുത്തരെ ഭക്ഷണത്തിലെ എനർജി കാറ്റഗറി ഉണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ഇവിടെ വർക്ക്ഔട്ട് ചെയ്യുന്ന വളരെ സൂപ്പറായി ചെയ്യുന്നുണ്ട്. 1 കിലോമീറ്റർ നിങ്ങൾ നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ നിന്ന് 75 കലോറിയാണ് ഔട്ട് ആവുള്ളൂ. എന്താ കലോറി പറഞ്ഞാല്? ഇപ്പൊ വെള്ളം നമ്മൾ ലിറ്ററിൽ അളക്കൂല, ലിറ്റർ വെള്ളം എന്നറിയില്ല. തുണി നമ്മൾ മീറ്ററിൽ അളക്കും, ഇത്ര മീറ്റർ തുണി എന്ന് പറയും. അതേപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഊർജത്തിനെ അളക്കണ ഒരു അളവാണ് BMR, അല്ലെങ്കിൽ കലോറി എന്ന് പറയും. ഈ കലോറി നിങ്ങൾ 1 കിലോമീറ്റർ നടക്കുകയാണെങ്കിൽ 75 കലോറി നിങ്ങളുടെ ബോഡിയിൽ നിന്ന് ഔട്ട് ആവും. ശരിയാണ്. 2 കിലോമീറ്റർ നടന്ന് ഏകദേശം 150 കലോറി ഔട്ട് ആവും. നിങ്ങൾ ഒരു ചായ കുടിച്ചാലോ, ഒരു ചായ പോയി കുടിച്ചാലോ, ഇവിടെ വർക്കൗട്ട് കഴിഞ്ഞ് പോയി ചായ കുടിച്ചാലോ 150 കലോറി ഇന്നായി. നിങ്ങളൊരു ബിസ്ക്കറ്റ് തിന്നാലോ, ഒരു ഓറിയോ ബിസ്ക്കറ്റ്, നിങ്ങൾ എല്ലാ ബിസ്ക്കറ്റും വീട്ടിൽ പോയിട്ട് ഇങ്ങനെ നോക്കുക, ബിസ്ക്കറ്റ് പാക്കറ്റ് ബാക്കിൽ മറിച്ച് നോക്കി കാണാൻ കലോറി എന്ന് കാണും. 400, 450, 500 കലോറി ഉണ്ട് ഓരോ ബിസ്ക്കറ്റ്സിന്. അപ്പൊ ഇങ്ങനെ ഇവിടെ ഒരു 6 കിലോമീറ്റർ ഓടി അല്ലെങ്കിൽ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്തിട്ട് വീട്ടിൽ പോയിട്ട് ഒരു ചായ ഒരു ബിസ്ക്കറ്റും കുടിച്ചാൽ നിങ്ങൾ ഇവിടെ കഴിച്ച് കാണിച്ചതൊക്കെ വെറും വേസ്റ്റ് ആണ്. നിങ്ങൾ കൈമാരൊക്കെ സ്മാർട്ട് വാച്ച് ഉണ്ട്, നാളെ തൊട്ട് കലോറി ഓൺ ആക്കിയിട്ട് വർക്കൗട്ട് ചെയ്യും. എത്ര കലോറി ബേൺ ആയി നോക്കി. വീട്ടിൽ പോയിട്ട് ഒരു ബിസ്ക്കറ്റ് ബാക്കി മറിച്ച് നോക്കാം. ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ഓറിയോ ബിസ്ക്കറ്റിന്റെ ഒരു പീസിന് ഏകദേശം 89 കലോറി ഉണ്ട്. അപ്പൊ 1 കിലോമീറ്റർ നടന്നു വന്നിട്ട് ഒരു ഓറിയോ ബിസ്ക്കറ്റ് നിന്നാൽ നമ്മൾ നടന്നതിനെന്തില്ല, കാര്യമില്ല. അപ്പൊ ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്ര വർക്കൗട്ട് ചെയ്യാറ്. സാർ ഒരു കൂടി ഒരു കൈയെടുക്കുന്നത് ആത്മാർത്ഥമായിട്ട് സാർ ഓക്കെ. അപ്പൊ ഈ ഹാർട്ട് അറ്റാക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിലെ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ഹാർട്ട് അറ്റാക്ക് വളരെ വളരെ കൂടിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ കാരണം ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയി പറഞ്ഞുകൊണ്ട് മനസ്സിലാവുകയും ശ്രമിക്കണം. ഇപ്പൊ നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മളൊക്കെ ആരോഗ്യവാന്മാരാ, അല്ലെങ്കിൽ ഇന്ന് ഞാൻ പറയാം, ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാവരും ഒന്ന് ആലോചിക്കുക, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു 3 അസുഖം മനസ്സിൽ വിചാരിക്കാം. ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന 3 അസുഖം മനസ്സിൽ വിചാരിച്ചില്ലേ? ഇനി ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം, നല്ല ശ്രദ്ധിച്ചോളൂ, വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഒരു 5 കണ്ടീഷൻസ് ഞാൻ പറയും. 5 കണ്ടീഷൻസ് ഞാൻ പറയും. ആ 5 കണ്ടീഷനിൽ 3 കണ്ടീഷൻ നിങ്ങൾക്ക് യെസ് ആണ്, അതെ ഞാൻ അങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ യു ആർ ഇൻ എ ഡേഞ്ചർ സിറ്റുവേഷൻ. നിങ്ങൾക്ക് ഞാൻ വേറൊരു 6 അസുഖം പറയും, അത് വരാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഒന്നാമത്തെ കണ്ടീഷൻ, 5 കണ്ടീഷൻ ശ്രദ്ധിച്ചോളിട്ടാ. ഒന്നാമത്തെ കണ്ടീഷൻ, നിങ്ങളുടെ അരവണ്ണം ഉയരത്തിന്റെ പകുതിയിൽ കൂടുതലാണോ? അരവണ്ണം ഉയരം ഉദാഹരണം ഉയരം 180 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ 90 സെന്റിമീറ്റർ കൂടുതലാണോ എങ്കിൽ ശ്രദ്ധിക്കുക. 2, BP 85, 130 അതിലും കൂടുതലാണ്. അപ്പൊ BP 130 കൂടുതലാണോ? നിങ്ങളുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ നിങ്ങളുടെ 2 നിങ്ങൾക്ക് മാർക്കായി. 3, നിങ്ങളുടെ ഫാസ്റ്റിംഗ് ഷുഗർ 100 കൂടുതലാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് 3ാമത്തെ പോയിന്റ്. 4ാമത്തെ ട്രൈഗ്ലിസറൈഡ്. എന്ന് ട്രൈഗ്ലിസറൈഡ് പറഞ്ഞാൽ നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യില്ലേ, ആരും ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ ടോട്ടൽ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യരുത്. ഒരു 200, 300 അധികം കൊടുത്താൽ ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയാം. HDL, LDL, ട്രൈഗ്ലിസറൈഡ് 5 തരം കുഴപ്പമുണ്ടല്ലോ, അത് ചെക്ക് ചെയ്യാം. അപ്പൊ അതിൽ ട്രൈഗ്ലിസറൈഡ് പറഞ്ഞ സാധനം കാണും. ഈ ട്രൈഗ്ലിസറൈഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, 150 കൂടാൻ പാടില്ല. അപ്പൊ നിങ്ങൾക്ക് 150 കൂടുതലാണോ നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തത് HDL പറഞ്ഞാൽ നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന വേറെ കൊളസ്ട്രോൾ ആണ്. HDL എപ്പോഴും ഹൈ ആയിരിക്കണം. ആ HDL കൊളസ്ട്രോള് നിങ്ങൾക്ക് 40 കുറവാണോ? അപ്പൊ ഞാൻ ഈ പറഞ്ഞ 5 കണ്ടീഷനില് ഏതെങ്കിലും 3 യെസ് നിങ്ങൾക്ക് ഉത്തരണ്ടോ?
യെസ് ഉത്തരണ്ടോ? അരവണ്ണം 10 കൂടുതലാണ്, അതെ യെസ്. അടുത്തത് ഇതിന്റെ രക്തസമ്മർദ്ദം 130 കൂടുതലാണ്, യെസ്. അടുത്ത ട്രൈഗ്ലിസറൈഡ് 150 കൂടുതലാണ്, യെസ്. ഫാസ്റ്റിംഗ് ഷുഗർ 100 കൂടുതലാണ്, യെസ്. അതൊക്കെ യെസ് ആണ് ഉത്തരമെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന അസുഖങ്ങളാണ് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ക്യാൻസർ, പ്രമേഹം, അതേപോലെ പൊണ്ണത്തടി, മറവി രോഗം. അതൊക്കെയാണ് ഈ 6 അസുഖത്തിന് ചുറ്റിപ്പറ്റുന്ന ആളുകൾ ഹോസ്പിറ്റലിൽ പോകണുള്ളൂ. അതിനാണ് മെറ്റബോളിക് സിൻഡ്രം എന്ന് പറയും, സിമ്പിൾ ആയിട്ട്. സാധാരണക്കാർക്ക് മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ക്യാൻസർ, പ്രമേഹം, മറവി രോഗം, പൊണ്ണത്തടി, ഈ 6 അസുഖത്തിന് കാരണമാകാം എന്ത് ഞാൻ പറഞ്ഞ ലക്ഷണങ്ങളിൽ 3 നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ. അപ്പൊ അതിന് ഏറ്റവും റിസ്ക് ആയിട്ടുള്ള എന്ത് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്ക് ഇവിടെ റൂമാണ്, കുറച്ചുകൂടി ലാപ്ടോപ്പ് തുറന്ന് കാണിച്ചു തരാൻ പറ്റുന്നു, എങ്കിലും കുഴപ്പമില്ല. ഈ അറ്റ്മോസ്ഫിയർ വളരെ എൻജോയ് ചെയ്യേണ്ടതാണ്. കേരളത്തില് ഞാൻ പറയാം എന്തുകൊണ്ട് കേരളത്തിലെ ഹാർട്ട് അറ്റാക്ക് കൂടുതലാണ്. ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ. കഴിഞ്ഞ 2 ആഴ്ച മുന്നേ നമ്മൾ എടപ്പാൾ ഹോസ്പിറ്റലിൽ വളരെ പ്രശസ്തനായ ഡോക്ടർ ഹാർട്ട് അറ്റാക്ക് പറ്റി. എന്ത് ഡോക്ടറായിരുന്നു, എത്ര അറിവാണ്, എത്ര ആളുകളെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് മിസ്സായി പോയത്. പക്ഷെ അതേപോലെ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? എത്ര ആളുകൾ ചെറുപ്പക്കാരെ ഹാർട്ട് അറ്റാക്ക് മരണപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾ അതിനെതിരെ ഒരു ശ്രദ്ധ ചെലുത്തുന്നില്ല? നമ്മൾ കുറച്ച് എക്സസൈസ് ചെയ്യും, കുറച്ച് ഓടും, അതുകൊണ്ടാവോ? ഒരിക്കലും ആവൂല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BMR അനുസരിച്ച്, എനിക്ക് കലോറി അനുസരിച്ച് ഫാസ്റ്റ് ഫുഡും അതിൽ പാക്കറ്റ് ഫുഡും നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് അതിന് രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ കുറച്ച് കണക്കുകൾ ശ്രദ്ധിച്ചോട്ടാ. കണക്കാർക്ക് ഇഷ്ടമാണോ? എന്ന കണക്ക് കേരളത്തിലെ കണക്കാണ് ഹാർട്ട് അറ്റാക്കിന്. ഞാൻ ഇനി പറയാൻ പോകുന്ന ഹാർട്ട് അറ്റാക്കിന് വിഷയങ്ങളാണ്. ഒന്ന്, 1993 കേരളത്തിലെ ഹാർട്ട് അറ്റാക്ക് 1.4%. മനസ്സിലായോ? 93 1.4%. എന്ന് വെച്ചാല് 10 ആള് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഒരാള് ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണ് മരിക്കുന്നത്. 93. എന്നാൽ എന്നാൽ ഇപ്പൊ ലേറ്റസ്റ്റ് സ്റ്റഡി പറയുന്നത് 19.9%. അതായത് 100 ആള് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ 20 ആളും ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണ് മരണപ്പെടുന്നത് ഒരു സ്റ്റഡി പറയുന്നത്. അത് ഏജ് ഗ്രൂപ്പ് ഏതാണെന്ന് അറിയോ? 34-74 വയസ്സിന്റെ ഇടയിലുള്ള ആളുകളുടെ ഒരു പഠനമാണ്. അത് അടുത്തൊരു പഠനം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഹാർട്ട് അറ്റാക്ക് 54 ലക്ഷം ആളുകളെ 54.5 മില്യൺ ആളുകളെ ഇത് ബാധിച്ചിട്ടുണ്ട്. അത് 2016. ഇനി രജിസ്റ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്നറിയോ? അതിന്റെ രജിസ്റ്റർ ജനറൽ ഓഫ് ഇന്ത്യ പറഞ്ഞാൽ നമ്മളെ ഇന്ത്യയിലെ ജനന മരണ നിരക്കുകളൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു ഏജൻസി അല്ലെ. നമ്മൾ ജനിച്ചാലും മരിച്ചാലും രേഖപ്പെടുത്തൂലേ, അവർ കൊടുക്കണ്ടേ? അവരെ ഏജൻസി അവർ പറയുന്ന കണക്കെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മരണനിരക്ക് 1980 15% ആണ് ഹാർട്ട് അറ്റാക്കുമായി മരണം. അല്ലാതെ 80 15% ഓൾ ഇന്ത്യ ലെവലില്. പക്ഷെ 2013 ആകുമ്പോൾ അത് വന്നിട്ട് 32%. 100 ആള് മരിച്ചാല് 32 ആളുകൾ ഹാർട്ട് അറ്റാക്ക് ആയി. ഇനി കേരളത്തിന്റെ റിപ്പോർട്ട് പറയുകയാണെങ്കിൽ 40-നും 69-നും വയസ്സുള്ള ഒരു സ്റ്റഡി നടത്തി. ആ സ്റ്റഡിയില് 37% ആളുകൾ, അത് 2019 കണക്കാട്ടോ, 37% ആളുകൾ ഹാർട്ട് അറ്റാക്ക് ആകാൻ മരിക്കും. അതായത് 2019 100 ആള് അതിൽ 37 ആളുകളും ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണ് മരണപ്പെട്ടു എന്നുള്ളതാണ്. വേറൊരു സ്റ്റഡി 70 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ സ്റ്റഡിയാണ്. അതില് 45% ആളുകൾ, 100-ൽ 45 ആളുകളും ഹാർട്ട് അറ്റാക്ക് ആണ് പറയുന്നത്. ഇനി 2030 ഒരു പ്രഡിക്ഷൻ ആണ്. 2030 ആകുമ്പോഴത്തിന് കേരളത്തിൽ 35% കൂടുതൽ ആളുകളും ഹാർട്ട് അറ്റാക്ക് മരണപ്പെടുന്നതാണ് ആ രജിസ്റ്റർ ജനറൽ ഓഫ് ഇന്ത്യന്റെ സ്റ്റഡി പറയുന്നത്. ഇനി കേരളത്തിന് വേറെ കണക്ക് പറഞ്ഞിട്ടാണ്. കേരളത്തിൽ നമ്മൾ വിദ്യാഭ്യാസ സമ്പന്നരാണ്, നമ്മൾ ലിറ്ററസി റേറ്റ് ഒരുപാട് കൂടുതലാണ്, നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് വെച്ചാൽ നമ്മുടെ ജീവിത ദൈർഘ്യം ഒക്കെ വളരെ കൂടുതലാണ്. 77 ഉണ്ട് നമുക്ക് വയസ്സ്. എങ്കിലും 60% പുരുഷന്മാരും, കേരളത്തിലെ 60% പുരുഷന്മാരും ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണ് മരിക്കുന്നത്. അതിൽ 40% സ്ത്രീകളും ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണ് മരണപ്പെടുന്നത്. പോലെ റിപ്പോർട്ടാണ്. പിന്നെ കേരളത്തിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളില് 60 വയസ്സാകുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത് എങ്കിൽ കേരളത്തിൽ 50 വയസ്സാകുമ്പോൾ വരികയാണ്. അതായത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് 10 വയസ്സ് മുന്നിലാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നതിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി ഒരാൾക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ ആ ഫാമിലിന്റെ 80%, 60% മുതൽ 80% ആ ഫാമിലിന്റെ ഇൻകം, അയാളുടെ സ്വത്ത്, അയാളുടെ സമ്പത്ത് എല്ലാം എന്തോവും നശിച്ചു പോകുന്നുള്ളതാണ്. കാരണം ഹാർട്ട് അറ്റാക്ക് വന്നാൽ തന്നെ അത് കറക്റ്റ് സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയാലാണ് നമ്മുടെ ഡോക്ടേഴ്സിനും നമ്മുടെ ഹോസ്പിറ്റലിനൊക്കെ നമ്മൾ രക്ഷിക്കാൻ പറ്റുള്ളൂ. ഹാർട്ട് അറ്റാക്കിന് ഗോൾഡൻ അവർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആദ്യത്തെ 1.5 മണിക്കൂർ, ആദ്യത്തെ 1.5 മണിക്കൂറിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയാലേ നമ്മൾ രക്ഷിക്കാൻ തന്നെ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഒരുപാട് ഹോസ്പിറ്റൽസ് ഇവിടെ ഉണ്ട്, നല്ല നല്ല ഡോക്ടേഴ്സ് ഉണ്ട്. എന്നിട്ട് കാര്യമില്ല. കാരണം
ആ സമയത്ത് കൃത്യസമയത്ത് അവിടെ നമ്മൾ എത്തിയിട്ടല്ലേ കാര്യമുള്ളൂ. നമുക്ക് എത്താൻ പറ്റ സമയത്താണെങ്കിലോ അപ്പോ എല്ലാതും ഉണ്ടെന്ന് വെച്ച് നമ്മൾ സമാധാനം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തേ പറ്റൂ. ഇനി നമുക്ക് സന്തോഷിക്കാവുന്ന ഒരു റിപ്പോർട്ട് പറഞ്ഞുതരാം. കേരളത്തിലെ 2020 ഹാർട്ട് അറ്റാക്ക് 25%, 25.43 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ മാത്രം നോക്കുകയാണെങ്കിൽ 2020 100 ആൾ മരിക്കുമ്പോൾ 25 ആൾക്ക് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയാം. എന്നാൽ 2021 ആകുമ്പോൾ നല്ല ശ്രദ്ധിക്കണം, 2021 ആകുമ്പോൾ അത് 25-ന്ന് 21% എന്തായിട്ട് കുറഞ്ഞിട്ടുണ്ട്, 21% കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കാം, അപ്പൊ കേരളത്തിലുള്ള മറ്റ് മരണങ്ങളെ നിരക്ക് നോക്കിക്കൊള്ളിക്കാം. ആസ്മ 2021 കണക്കാണ്. ആസ്മ മൂലം മരണപ്പെട്ടത് 7 ആളുകൾ, 7.8 ആണ്, ഞാൻ ഡെസിമൽ ഒഴിവാക്കി പറയാം. ആസ്മ മൂലം മരണപ്പെട്ടത് 7 ആളുകൾ. 100 ആള് മരിച്ചപ്പോ 7 ആളുകള് ആസ്മ രൂപം മരണപ്പെട്ടു. ക്യാൻസർ പ്രകാരം 6 ആള് മരിച്ചുള്ളൂ. കിഡ്നി സംബന്ധമായ അസുഖം വന്നിട്ട് 100-ല് ഒരാൾ അല്ലെങ്കിൽ 2 ആൾ മരണപ്പെട്ടു, 1.92 അപ്പൊ 2 ആൾ മരണപ്പെട്ടു. സൂയിസൈഡ് ചെയ്തു ആര്, 1.8, അതായത് സൂയിസൈഡ് ചെയ്തു 2 ആള്. അതൊക്കെ 100-ല് 2 ആള്, 100-ല് 3 ആള്, 100-ല് 6 ആള്, അങ്ങനെയൊക്കെ പറയുമ്പോ ഹാർട്ട് അറ്റാക്ക് കേൾക്കണോ? ഹാർട്ട് അറ്റാക്ക് 100-ല് 21 പേരാ മരിച്ചത്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കൊട്ടി പല നമ്മൾ പേടിക്കുന്ന പല അസുഖങ്ങളൊക്കെ എത്രയോ കൂടുതലാണ് ഹാർട്ട് അറ്റാക്കിന്റെ മരണനിരക്ക്. ഇത് നമ്മൾ പറയുന്നല്ലാതെ ഇങ്ങനത്തെ റിപ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നോക്കുമ്പോഴാണ് അതിന്റെ ഭയാനക, അതിന്റെ ആ എത്ര ഡേഞ്ചർ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോ നിങ്ങൾ ആദ്യം വിചാരിച്ച അസുഖങ്ങളിൽ പെട്ടത് തന്നെ ആയിരിക്കും. ഞാൻ നിങ്ങളോട് വിചാരിക്കാൻ പറഞ്ഞ അസുഖം ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ക്യാൻസർ ഒക്കെ തന്നെ ആയിരിക്കും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷെ അതിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളതാണ് എന്ത്, ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു ദുഃഖകരമായ ഒരു അവസ്ഥ എന്താ അറിയോ? അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത്. നമ്മൾ ഡോക്ടേഴ്സിന് നമ്മൾ ഒരിക്കൽ ഫസ്റ്റ് അറ്റാക്ക് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പറഞ്ഞയക്കും, ഒരുപാട് ലക്ഷങ്ങൾ ചെലവാക്കി ചിലപ്പോ പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഡോക്ടേഴ്സ് നമ്മൾ വീട്ടിൽ നമ്മൾ പറഞ്ഞയക്കുമ്പോൾ ഡോക്ടേഴ്സ് കുറച്ച് നിർദ്ദേശം തന്നിട്ടുണ്ടാവും ഫസ്റ്റ് അറ്റാക്ക് കഴിഞ്ഞ ശേഷം. എന്താ നിർദ്ദേശം? എത്ര ആൾക്കാർക്ക് ഫസ്റ്റ് അറ്റാക്ക് വന്ന് വീണ്ടും സെക്കൻഡ് അറ്റാക്ക് ഉണ്ടാവുന്നത്, തേർഡ് അറ്റാക്ക്, ഫോർത്ത് അറ്റാക്ക് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് സഡൻ ഡെത്ത് ആണ്. ഫസ്റ്റ് സെക്കൻഡ് ഒന്നും ഓപ്ഷൻ കിട്ടുന്നില്ല, സഡൻ ഡെത്ത് ആണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ കാണുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് അറ്റാക്ക് കഴിഞ്ഞിട്ട് ഡോക്ടേഴ്സ് നമ്മൾ കുറച്ച് നിർദ്ദേശം തരും. ആ നിർദ്ദേശം ആരും പാലിക്കണില്ല, അപ്പൊ പാലിക്കാത്തൊരു കണക്കാണ് നീ പറഞ്ഞത്. ഒരിക്കൽ ഡോക്ടേഴ്സ് നമ്മളോട് സ്മോക്കിംഗ് നിർത്താൻ വേണ്ടി പറയില്ലേ, എന്നാൽ 34% ആളുകളും വീണ്ടും സ്മോക്ക് ചെയ്യാൻ തുടങ്ങി. അറ്റാക്ക് വന്നാല് ഫസ്റ്റ് ഡോക്ടർ പറയാം, അപ്പൊ ഡോക്ടർ പേടിച്ചിട്ട് ആരും 1-2 മാസം നിർത്തും. കോവിഡ് വന്നപ്പോ മറന്നിട്ടില്ലല്ലോ, ഡ്രോണ് അത് ഇത് നമ്മള് എന്തൊക്കെ ചെയ്തു. കൊറോണ വന്നിട്ട് ആരാ മരണപ്പെട്ടത്? കൊറോണ വന്ന് മരണപ്പെട്ടത് അതായത് ജീവിതശൈലി രോഗങ്ങളുടെ ഡയബറ്റിക് അങ്ങനത്തെ ഒരുപാട് മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന അൺഹെൽത്തി ആയിട്ടുള്ള ഓവർ വെയിറ്റ് ഉള്ള ആളുകളാണ് മരണപ്പെട്ടിട്ടുള്ളൂ. അല്ലാതെ ഹെൽത്തി ഉള്ള ആൾക്കൊന്നും പറ്റിയിട്ടില്ല. കേരളത്തില് 2 വർഷം കൊണ്ട് കേരളത്തിൽ ആകെ മരണപ്പെട്ടത് 79,000 ആളുകളാണ്. കേരളത്തിൽ മരണപ്പെട്ട കൊറോണ ആയിട്ട് 79, അത് ഗവൺമെന്റ് സൈറ്റിലുള്ള കണക്കാണ്. 79,000 ആളുകളാണ് മരണപ്പെട്ടത് കേരളത്തില്. എന്നാൽ ഇന്ന് കൊറോണ ഉണ്ടോ? ഇന്ന് കൊറോണയുടെ അടുത്ത് എന്താണ്? 0 ആണ്. കൊറോണയ്ക്ക് ആരും മരിക്കുന്നില്ല, ഇന്നോ 0 അല്ലേ? എന്നാൽ കേരളത്തിൽ അത് 2 വർഷം 72. എന്നാൽ കേരളത്തില് ഇന്നും 63,000 ആളുകൾ, എത്ര? 63,000 ആളുകൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഓരോ വർഷവും മരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് നമുക്ക് വാക്സിൻ ഇറക്കിക്കൂടാ? എന്താ പറ്റാത്തത്? നമുക്ക് നല്ല നല്ല ഹോസ്പിറ്റൽസ്, ഒരുപാട് പ്രഗത്ഭരായ ഡോക്ടേഴ്സ് ഉണ്ട്. എന്നിട്ടും ഈ മരണനിരക്ക് എന്തുകൊണ്ട് കുറയാൻ പറ്റണില്ല? പണ്ട് പോളിയോ ഇപ്പൊ ഇല്ലല്ലോ, എന്തുകൊണ്ട് പോളിയോ ഇല്ലാത്തത്? അതിനൊക്കെ തുല്യമരുന്ന് കൊടുക്കും അല്ലെ? അതേപോലെ വസൂരിപ്പല്ല, പല അസുഖങ്ങളും ഇപ്പൊ ഇല്ല. കാരണം നമ്മൾ മെഡിസിൻ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്, നമ്മൾ ഡോക്ടേഴ്സ് ഒരുപാട് എഫിഷ്യന്റ് ആയ ആളുകളാണ്. ഇപ്പനെ കണ്ടുപിടിച്ചില്ല ഡോക്ടർ, അത്തരത്തിൽ അറിവുള്ള ഒരുപാട് പ്രഗത്ഭരായ പ്രശസ്തരായ ഡോക്ടേഴ്സ് നമുക്കുണ്ട്. പക്ഷെ ഹാർട്ട് അറ്റാക്കിനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം. അല്ലാതെ ഡോക്ടേഴ്സിന് ആരും ഹോസ്പിറ്റലിൽ കുറ്റം കൊണ്ട് കാര്യമില്ല. നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമാണ് ആ നിരക്ക് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, അതുകൊണ്ട് ലാസ്റ്റ് പോയി നിർത്താം. കുറച്ച് കാര്യങ്ങൾ പറയാം, നമുക്ക് നിർത്താൻ പറ്റുന്ന കുറച്ച് കാര്യം. ഒന്ന് സ്മോക്കിങ് നമ്മളെ കയ്യിലല്ലേ, പിന്നെ നിർബന്ധിപ്പിച്ച് പറയും വലിക്ക് പറഞ്ഞ് കൊണ്ടുതരുമോ? എന്റെ കയ്യിലാണ്, അപ്പൊ ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഒഴിവാക്കാൻ പറ്റും. രണ്ടാമത്തത് ഹൈ ബ്ലഡ് പ്രഷർ, ബി പി കൂടുതൽ ഉണ്ടാകാം. അത് ഇത്തരത്തിലുള്ള വ്യായാമങ്ങളും നമ്മളൊരു വ്യക്തിഗതവും അതേപോലെ ഇങ്ങനത്തെ ഒരു കാര്യത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹെൽത്തി ആക്റ്റീവ് ലൈഫ് സ്റ്റൈലിലൂടെ നമുക്ക് അതിനെ കുറച്ചു കൊണ്ടുവരാൻ പറ്റും. അതേപോലെ കൊളസ്ട്രോൾ തീർച്ചയായിട്ടും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മുടെ കയ്യിലുള്ള സാധനമാണ്. പിന്നെ തീർച്ചയായിട്ടും പ്രമേഹം റിവേഴ്സ് ചെയ്യാൻ പറ്റും. പ്രമേഹത്തിന് നല്ലൊരു ഫുഡ് ഹാബിറ്റിലൂടെ കൊണ്ടുപോയ
നിങ്ങൾക്ക് പ്രമേഹം നിയന്ത്രിക്കാൻ പറ്റും, റിവേഴ്സ് ചെയ്യാൻ പറ്റും. എല്ലാ പ്രമേഹവും റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഡയബറ്റിക് 1 അല്ലാത്ത എല്ലാവർക്കും റിവേഴ്സ് ചെയ്യാൻ പറ്റും. അടുത്തത് പൊണ്ണത്തടി. തീർച്ചയായിട്ടും പൊണ്ണത്തടിയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ എക്സസൈസ്, ലാക്ക് ഓഫ് എക്സസൈസ് ചെയ്യാത്തത് അതൊക്കെ നമുക്ക് എക്സസൈസ് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. അതേപോലെ തെറ്റായ ഭക്ഷണശീലം, 70% ഡോക്ടർ വിസിറ്റും ഭക്ഷണശീലം കൊണ്ടാണെന്നാണ് WHO പറഞ്ഞത്. 70%. നമ്മൾ ഡോക്ടർ വിസിറ്റ് ആവാൻ കാരണം ഹോസ്പിറ്റലിൽ പോകാനുള്ള 70% കാര്യം തെറ്റായ ഭക്ഷണ ശീലം എന്ന് പറയാം. ഭക്ഷണം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഒരുപാട് പകർച്ചവ്യാധികളും പിന്നെ മഞ്ഞപ്പീഠം, ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. അതല്ല WHO പറഞ്ഞത്, ഭക്ഷണ ശീലം തന്നെ പറഞ്ഞു. ശീലം തന്നെ എന്താണ്? തെറ്റാണ്. നമ്മുടെ ശീലം തന്നെ തെറ്റാണ്. അടുത്തത് ആൽക്കഹോൾ, മദ്യപാനം. പിന്നെ ടെൻഷൻ, വെറുതെ ടെൻഷൻ അടിക്കുക, ഒരു കാരണമില്ലാതെ കെടുന്ന ടെൻഷൻ അടിച്ചാൽക്കൊക്കെ ഇത് 90% ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള കാരണമാണ് ഞാൻ ഈ പറഞ്ഞത്. 90%. അപ്പൊ ഇതൊക്കെ നമ്മുടെ കയ്യിലല്ലേ ഉള്ളത്. 10% എന്താണ് പാരമ്പര്യമായിട്ട് 10% ആൾക്കാർക്ക് ഉണ്ടാവാം, 10% ആൾക്കാർക്ക്. ബാക്കിയൊക്കെ 90% നമ്മുടെ കയ്യിലാണ്. അപ്പൊ ലാസ്റ്റ് പ്രിവെൻഷൻ ആണ് ഇതിനൊക്കെ മുൻകരുതലെടുക്കുകയാണ്. അല്ലാതെ വന്നതിന് ശേഷം ഞാൻ അങ്ങനെ ആവാം, ഞാൻ ഇങ്ങനെ ആവാന്ന് പറഞ്ഞിട്ടില്ല. വി ആർ ലക്കി പീപ്പിൾ. നമ്മൾ മുൻകരുതൽ എടുക്കുന്നുണ്ട്. ആളുകൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. കുറെ ആളുകൾ എഫേർട്ട് എടുക്കുന്നുണ്ട്. കൊച്ചാളുകൾ പേരും അറിയാം. അപ്പൊ കുറെ ഗൈഡ് ചെയ്യാണ്ട് സീരിയസ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് ഇവരോട് എന്ത് ചെയ്യാം, നിങ്ങള് വഴങ്ങുക, എന്ത് പറഞ്ഞാലും ചെയ്യാൻ റെഡി ആവാം. അപ്പൊ താങ്ക് യു. അവസരം ആൾക്കാർക്ക് താങ്ക്സ് പറയണേ. ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്നെ വിളിക്കാം. എന്റെ നമ്പർ സാർ എടുത്തുണ്ടാവും. അല്ലെങ്കിൽ എന്റെ ഓഫീസ് കല്ലിങ്ങലാണ്, പുത്തൻതാണി കല്ലിങ്ങലാണ്. ഓക്കെ, താങ്ക് യു. നിങ്ങളെ കണ്ട് ഒരുപാട് സന്തോഷം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ബൈ.